നമസ്കാരം. പോക്കി മുഖ്യമന്ത്രിക്കൊടുവിൽ കടിഞ്ഞാണിടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ. വെറുതെ ഇളിച്ചു കാണിച്ചതുകൊണ്ടും തലയാട്ടി കാണിച്ചതുകൊണ്ടുമൊന്നും രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു പാർട്ടിക്കുള്ളിൽ ഐക്യം തന്നെ നിലനിർത്താൻ പെടാപ്പാടുപെടുന്ന സതീശൻ എങ്ങനെ കേരളത്തിലെ പൊതുജനങ്ങളുടെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ കഴിയുമെന്ന ചോദ്യം ഉന്നയിക്കുന്നത് എതിർ പാർട്ടിക്കാരോ പൊതുജനമോ അല്ല, കോൺഗ്രസിനുള്ളിലെ തന്നെ മുന്നണികളിലെ നേതാക്കന്മാരാണ്. കോൺഗ്രസ് മന്ത്രിസഭ നീണ്ട 10 വർഷത്തിനു ശേഷം അധികാരത്തിൽ വന്ന് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ പാർട്ടിക്കുള്ളിൽ മന്ത്രിസഭയ്ക്കുള്ളിലും സതീശൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തർക്കങ്ങളും മുറുകുകയാണ്. പോക്കിത്തരം കൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും 5 വർഷം കേരളം തികച്ചു ഭരിക്കാനും കഴിയില്ല എന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ തർക്കം ഉടലെടുത്തു കഴിഞ്ഞു. ഭരണം കയ്യിലെത്തിയിട്ടും സമാധാനമില്ല. സതീശൻ സർക്കാരിന് വെല്ലുവിളി പ്രതിപക്ഷത്തിൽ നിന്നല്ല, സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ. കേരള രാഷ്ട്രീയം ചൂടുപിടിക്കുന്നു. ഭരണം ഏറ്റെടുത്ത് അധിക ദിവസങ്ങൾ പിന്നിടും മുൻപേ കേരളത്തിലെ കോൺഗ്രസിൽ വീണ്ടും ഒരു പഴയ ചർച്ച സജീവമാവുകയാണ്. സർക്കാരിനും പാർട്ടിക്കുമിടയിൽ ഏകോപന സംവിധാനം വേണമെന്ന ആവശ്യം. അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് ഇത്തരമൊരു ചർച്ച തുടക്കത്തിൽ തന്നെ ഉയരുന്നത് ഭരണ നേതൃത്വത്തെക്കുറിച്ചുള്ള പാർട്ടിക്കുള്ളിലെ ആശങ്കകളുടെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വി ഡി സതീശൻ മുന്നോട്ട് വെച്ച ഭരണശൈലിയെ ചുറ്റിപ്പറ്റി വിവിധ രാഷ്ട്രീയ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. മന്ത്രിസഭാ തീരുമാനങ്ങൾ, നിയമനങ്ങൾ, പാർട്ടി നേതൃത്വവുമായി കൂടുതൽ കൂടിയാലോചന വേണമെന്ന ആവശ്യം, സംഘടനാ പ്രവർത്തകരുടെ പരാതികൾ എന്നിവ കോൺഗ്രസ് വേദികളിൽ തന്നെ ചർച്ചയായി കഴിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടി സർക്കാർ ഏകോപന സംവിധാനം രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയത്. സർക്കാർ നടപടികളിൽ പാർട്ടി നിയന്ത്രണം വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. ശേഷാദ്രിനാഥനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് കത്ത് നൽകിയതിനു പിന്നാലെ KPCC നേതൃയോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ജനറൽ സെക്രട്ടറി MR അഭിലാഷ് രംഗത്തെത്തി. ഇരുവരും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോട് അടുപ്പം പുലർത്തുന്നവരാണ് എന്നതാണ് ഈ നീക്കങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം. മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുക്കത്തിനുള്ള സമയമായിട്ടില്ല എങ്കിലും എതിർപ്പിന്റെ സ്വരം രേഖപ്പെടുത്തുകയാണ് ലക്ഷ്യം. മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുള്ളതാണ് നീക്കങ്ങൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ദേവസ്വം ലീഡർ നിയമനങ്ങൾ, വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്നതിന് മുൻപ് പാർട്ടിയിൽ ചർച്ച നടക്കാഞ്ഞത് തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തി സർക്കാർ പാർട്ടി ഏകോപനത്തിന് സംവിധാനം വേണമെന്നതാണ് ഉയർത്തിക്കൊണ്ടുവരുന്ന പുതിയ ആവശ്യം. അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരി വിദേശ കമ്പനിക്ക് കൈമാറുന്നതിനെ ശക്തമായി എതിർത്ത് KC വേണുഗോപാൽ രംഗത്തെത്തിയിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവറായി പ്രവർത്തിക്കുന്നത് പോലെ കേരളത്തിൽ പറ്റില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. UDF സർക്കാർ അദാനി അനുകൂല നിലപാട് സ്വീകരിക്കരുതെന്ന താക്കീത് ഈ പ്രതികരണത്തിലുണ്ട്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ സതീശന് ഏറ്റവും വലിയ വെല്ലുവിളി പ്രതിപക്ഷമല്ല, മറിച്ച് സ്വന്തം മുന്നണിക്കുള്ളിലെ പ്രതീക്ഷകളാണ്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അധികാര പങ്കുവയ്പ്, ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ, സംഘടനാ പ്രവർത്തകരുടെ പരിഗണന, വിവിധ ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ എന്നിവയെല്ലാം ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമാണ് സതീശന് മുന്നിലുണ്ടായിരുന്നത്. ഇവയിൽ ഏതെങ്കിലും മേഖലയിൽ അസംതൃപ്തി വളർന്നാൽ അതിന്റെ ആഘാതം ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രി തന്നെയായിരിക്കും. ഭരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പാർട്ടി സർക്കാർ ബന്ധം പ്രത്യേകം ഏകോപിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത് സർക്കാരിന്റെ രാഷ്ട്രീയ ആശയവിനിമയത്തിലും ആഭ്യന്തര സംവിധാനത്തിലും കൂടുതൽ വ്യക്തത വേണമെന്ന സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണത്തിന്റെ സ്ഥിരത ഉറപ്പാക്കാൻ പാർട്ടി സംഘടനയുടെ വിശ്വാസം നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയം ഒരു സർക്കാരിന്റെ ശക്തിയുടെ തുടക്കം മാത്രമാണ്. ആ ശക്തി നിലനിർത്തുന്നത് ഭരണക്ഷമതയും പാർട്ടിക്കുള്ളിലെ ഐക്യവും ചേർന്നാണ്. ആന്തരിക അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവേദികളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം എതിരാളികൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ വിവാദം ഒരു സംഘടനാ ചർച്ച മാത്രമല്ല, സതീശൻ സർക്കാരിന്റെ ഭാവി രാഷ്ട്രീയ സ്ഥിരതയെ തന്നെ വിലയിരുത്തുന്ന ആദ്യത്തെ വലിയ പരീക്ഷണങ്ങളിൽ ഒന്നായാണ് കാണേണ്ടത്.